എല്ലാ വർഷവും നടത്തിവരാറുള്ള ഓണത്തിനോടും വിഷുവിനോടും ക്രിസ്മസിനോടും അനുബന്ധിച്ചുള്ള ഈ വർഷത്തെയും ഈസ്റ്റർ, റംസാൻ, വിഷു സംഗമത്തിലേക്ക് കടന്നു വന്ന എല്ലാ തറവാട് സൊസൈറ്റിയിലെ വയോജന ക്ലബ് അംഗങ്ങൾക്കും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും റംസാൻ്റെയും ആശംസകൾ നേരുന്നതോടൊപ്പം ഈ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ കൂട്ടായ്മയിലേക്ക് ഒത്തുചേരുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യത്തിന് ഈശ്വരാനുഗ്രഹം ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുമിച്ച് ലഭിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓരോ വർഷവും നമ്മുടെ സമ്മാനങ്ങൾക്ക് നിരവധി പേര് ഈ ബോർഡംഗങ്ങളിൽ തന്നെ മുന്നോട്ട് വരുന്നത്. വളരെ ആഘോഷമായ ഈ ചടങ്ങിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി വിഷുവിൻ്റെ ആശംസകൾ എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരം വിഷുവിനെ സംബന്ധിച്ച് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയം, അല്ലെങ്കിൽ ഇരുട്ടു നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് ലോകത്തെ അറിവിലേക്ക്, അറിവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടതിൻ്റെ സ്മരണ, അതോടൊപ്പം സമൃദ്ധിയുടെ ഒരു വിളവെടുപ്പ് ഉത്സവം, ഈ നിലകളിലൊക്കെ വിഷുവിനെ നമുക്ക് നോക്കിക്കാണാം. അതോടൊപ്പം ഇവിടെ ഈസ്റ്റർ ആഘോഷം കൂടിയതോടൊപ്പം ഇത്ര കണ്ട് സന്തോഷവും മനസ്സിന് തൃപ്തിയും നൽകുന്ന ഒരു ചടങ്ങിൽ ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് പുഴയുടെ തീരത്താണ്. ഈ മനോഹരമായ ചടങ്ങ് നടക്കുന്നത് പെരിയാറിന്റെ കൈവഴിയുടെ തീരത്താണ്. സ്വാമിയെ സ്വീകരിച്ചു കൊണ്ടുപോരുന്ന ആ രംഗം തുടങ്ങി എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും, എൻ്റെ പെങ്ങന്മാരുടെയും എൻ്റെ സഹോദരന്മാരുടെയും മുഖത്തുള്ള ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഭയങ്കരമായ ചൂടാണ്. നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിൽ ഉഷ്ണം കൊണ്ട് നമ്മൾ നീറുമ്പോൾ ഈ ചടങ്ങിൽ ഇടയിൽ പരിചയമുള്ള ഒന്ന് രണ്ട് മുഖങ്ങൾ കൂടി എനിക്ക് കാണാൻ പറ്റി. കാരണം ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി കണ്ടിരുന്ന മുഖങ്ങൾ എൻ്റെ ഇടയിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അന്ന് രക്തമില്ലി ചേച്ചി, 80 വയസ്സായ ശാരദ ചേച്ചി കൈ എന്നപ്പോഴാണ് ചേച്ചിയുടെ പ്രായം എത്ര 80 ആണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചത്. 80 വയസ്സായി എനിക്കെന്ന് അത് തോന്നുന്നു ചോദിച്ചത്. അപ്പൊ സന്തോഷം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട്. നിങ്ങളുടെയൊക്കെ പ്രകടിപ്പിക്കാനുള്ള മടിയാണ് പലരും. അപ്പൊ ഞങ്ങൾ ഇന്നൊക്കെ പ്രോഗ്രാം ആത്മോത്തരം കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമിലെല്ലാം ഇത്ര ആളുകൾ ഉണ്ടാകാറില്ല. 10ഓ 50ഓ ആളുകളൊക്കെ ഉള്ളൂ. പക്ഷെ 80-ൽ പരം 100-ൽ താഴെ ആളുകൾ ഇന്നിവിടെ എത്തി കിറ്റൊക്കെ വാങ്ങും. നിങ്ങൾ സന്തോഷത്തോട് പോകും, പ്രോഗ്രാം അവതരിപ്പിക്കും, പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞപ്പോ ജോജോ പറഞ്ഞപ്പോ സത്യത്തിൽ സന്തോഷം തോന്നി. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിരിയായിരിക്കണം ഇന്ന് ഞങ്ങളോട് കാണിക്കേണ്ട ഒരു മര്യാദ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചിരിച്ചുകൊണ്ട് പോകാനുള്ളത്. ഇവിടെ വരുന്ന എല്ലാവരും വീട്ടുകാർ പറഞ്ഞു വിടുക, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു വിടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ചില ആളുകളെ വീട്ടിൽ വിളിക്കുമ്പോ എന്തിനാണ് ആ കിറ്റ് വാങ്ങാൻ പോകുന്നത്? കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കവിതമേ